എന്താണ് പത്രോസ് ഇവിടെ ആവശ്യപ്പെടുന്നത്? കർത്താവിൻ്റെ ആത്മാവ് പത്രോസ് കൂടെ പറയുന്നു, ചിലർ വിചാരിക്കുന്ന പോലെ, നനയ്ക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ, നിറവേറ്റാൻ താമസിക്കുന്നില്ല. പിന്നെ ആരും നശിച്ചു പോകാതെ, പ്രൈസ് കൊടലിയ, എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വെച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ആ രണ്ട് പദങ്ങളാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. സ്തോത്രം. ഇത് നമുക്ക് പരസ്യയോഗത്തിൽ നിന്നുകൊണ്ടല്ല പറയാം, രക്ഷിക്കപ്പെടാനുള്ളവരുടെ ഒരു കൂട്ടം നമ്മുടെ പുറത്ത് കിടപ്പുണ്ട്, അതുകൊണ്ട് അവരെ കൂടെ രക്ഷിക്കപ്പെടുത്തിയിട്ട് സ്വർഗരാജ്യത്തിൻ്റെ കവാടം അടക്കിയുള്ളൂ. അല്ല, പത്രോസ് ഈ ലേഖനം എഴുതുന്നത് രണ്ട് പദം, ചിലർ, ആ പദം മറന്നു പോകല്ലേ, രണ്ട് നിങ്ങൾ അല്ലല്ലേ. ചിലരെ കുറിച്ച് പറയുന്നു, നിങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ എന്നോട് പറയുന്നു. ആരോടാ പറയുന്നത്? പൊന്തോസിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുനിയയിലും ഗലാത്യയിലും ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാരോട് പറയാണ്, നിങ്ങളിൽ ചിലർ നനയ്ക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിറവേറ്റാൻ താമസിക്കുന്നില്ല. അല്ലെങ്കിൽ പൊന്തോസിലും കപ്പദോസിയിലും ആസിയയിലും എഡ്മണ്ടലിലും ഒക്കലഹോമയിലും അല്ലെങ്കിൽ ഈ അമേരിക്കയിലുള്ള സഭയിലും ദേശത്തുള്ള സകല ദൈവസഭകളും വിശ്വസിക്കുന്ന ചിലർ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൻ്റെ താമസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം അറിയണം. ആരറിയണം? സഭയിലുള്ള ദൈവമക്കൾ അറിയണം, മണവാട്ടി അറിയണം, കാന്ത അറിയണം. നിങ്ങളോട് കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടാനാ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഇനി മാനസാന്തരപ്പെടേണ്ട ആവശ്യം കൂടെ മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ വരവ് വരുവാൻ. ഇന്ന് രാത്രി ഈ മുറി വിട്ടു പോകുന്നതിന് മുമ്പ് അതിനുവേണ്ടി ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ പോകുക. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഹല്ലേലൂയ. ഒരുങ്ങാനുള്ളതെല്ലാം ദൈവം നമുക്ക് തന്നു. അതിൽ ധനം തന്നു, മാനം തന്നു, ആരോഗ്യം തന്നു, സമ്പത്ത് തന്നു, തലമുറകളെ തന്നു, സഭാ വളർച്ച തന്നു, സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ നാം ആഗ്രഹിച്ചതിനപ്പുറത്ത് ദൈവം കൈവെള്ളയിൽ കൊണ്ട് തന്നില്ലേ? ഇനി എന്താ ദൈവം തരേണ്ടത്? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കുന്നിന് മുകളിൽ നട്ടിരിക്കുന്ന മുന്തിരിത്തോട്ടത്തെ നോക്കി തമ്പുരാൻ നിലവിളിച്ചതുപോലെ ഇതിൽ കൂടുതൽ ഞാൻ എന്താ നിങ്ങൾക്ക് തരേണ്ടത്? ഹല്ലേലൂയ. ഗ്യാസ് അടിക്കാനല്ലേ പൈസ തന്നില്ലേ? കയറിക്കിടക്കാൻ കിടപ്പാടം തന്നില്ലേ? സഞ്ചരിക്കാൻ വാഹനം തന്നില്ലേ? ശുശ്രൂഷയ്ക്ക് അവസരം തന്നില്ലേ? കുടുംബം തന്നില്ലേ? കുഞ്ഞുങ്ങളെ തന്നില്ലേ? ഇതിൽ കൂടുതൽ എന്താ തരേണ്ടതെന്ന്? ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആയിരങ്ങൾ അലഞ്ഞു നടക്കുമ്പോൾ കയറിക്കിടക്കുവാൻ കിടപ്പാടമില്ലാതെ, കഴിഞ്ഞ ദിവസം അല്ലല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഔട്ട്റീച്ച് ഉണ്ട് എല്ലാ സൺഡേയിലും. ഞാനും ഈ ഇടയ്ക്ക് ഒരു ദിവസം പോയി കഴിഞ്ഞൊരു ഹോംലെസ് മാനെ കണ്ടു. അല്ലെങ്കിൽ ഹോംലെസ് മാനെ ട്രാക്റ്റ് കൊടുക്കാൻ പോകുമ്പോൾ പരിശുദ്ധനോട് പറഞ്ഞു, ട്രാക്റ്റ് പിന്നെ കൊടുക്കാം, ഇച്ചിരി കാശ് കൊടുക്കാൻ പറഞ്ഞു. ഇച്ചിരി കാശ് കൊടുത്തു. അവൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. പിന്നെ ഞാൻ പ്രസംഗിച്ചിട്ടേ ഇല്ല അവനോട്. അവൻ ചോദിച്ച ചോദ്യമാണ്, ഡു യു ഹാവ് എ പ്ലേസ് ടു ഗോ ബാക്ക്? നിനക്ക് മടങ്ങിപ്പോകാൻ ഒരു വീടുണ്ടെങ്കിൽ യു ആർ ഇൻ ഹെവൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ സ്വർഗ്ഗ സന്തോഷം അനുഭവിക്കുന്നവരാ. തലയ്ക്ക് മുകളിൽ ഒരു കൂര നിങ്ങൾക്കുണ്ടെങ്കിൽ, ഐ എം നോട്ട് ആസ്കിങ് അബൌട്ട് ദ സൈസ് ഓഫ് യുവർ ഹൗസ്, കയറി കിടക്കാൻ ഒരു കൂരയുണ്ടെങ്കിൽ സ്വർഗ്ഗ സൗഭാഗ്യം ഇവിടെ അനുഭവിക്കുന്നവരാ നമ്മൾ. ഇനി നാം ചെയ്യേണ്ടത് അക്കരെ നാടിന്റെ വക്കോളം എത്തിയിട്ട് അല്ലെങ്കിൽ ഗാദ്യരോടും അല്ലെങ്കിൽ രൂപേന്യരും അല്ലെങ്കിൽ പകുതി മനുഷ്യരുടെ പകുതി ഗോത്രവും ഇതിനപ്പുറത്ത് ഞങ്ങളെ കടത്തരുതേ എന്ന് പറഞ്ഞ് ആടിന്റെയും മാടിന്റെയും കണക്ക് പറഞ്ഞ് യോർദാന്റെ ഇക്കരെ തമ്പടിച്ചതുപോലെ ഇവിടെ ഒതുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് പരിശുദ്ധാത്മാ ആവശ്യപ്പെടുന്നു, മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ഇപ്പൊ ചോദിക്കുക, എന്ത് മാനസാന്തരമാണെന്ന്? വചനത്തിന്റെ മുമ്പ് കഴിഞ്ഞ ദിവസം കേട്ട ഈ വചനങ്ങളുടെ മുമ്പാകെ അലറിക്കരയുന്ന എത്ര പേർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. ദേവദാസൻ ഓർപ്പിച്ചല്ലോ, തളർന്ന കൈകളും കുഴയുന്ന മുഴങ്കാലുകളും ഒക്കെ കാണുമ്പോൾ സ്വർഗം ഖേദിക്കുകയാണ്. ബലത്തോടെ ഓടിയ കൈകൾ, കുഴഞ്ഞ കൈയാണെങ്കിൽ കാര്യം തീർക്കുന്ന നാളിൽ ഈ കൈകൾ ബലപ്പെട്ടിരിക്കത്തില്ല. മാനിനെ പോലെ തുള്ളിച്ചാടേണ്ട കാലല്ലേ ദൈവം നമുക്ക് തരുന്നത്? ഈ കാലുകൾ ഉളുക്കിപ്പോയാൽ, മുടന്തിപ്പോയാൽ എങ്ങനെ ആത്മാവിൽ തുള്ളിച്ചാടും? ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാം, എൻ്റെ തളർന്ന കൈകൾക്കൊരു ശക്തി മടക്കി വേണം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ മാത്രമല്ല, അടുത്തിരിക്കുന്ന കൂട്ടു സഹോദരന് കൈ കൊടുക്കാൻ കൂടെ എൻ്റെ കൈകൾക്കൊരു ബലം തരണമേ എന്ന് എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കും? റീബാന ഹഥരാധകന. കൂട്ടു സഹോദരന് വിരോധമായി സകലതും കുത്തിക്കുറിച്ച് പരസ്യം ചെയ്തിട്ട് ഇവിടെ വന്ന് കർത്തൃമേശയെടുത്ത് ആത്മാവിൽ കൈയടിക്കുന്നതല്ല സ്വർഗം ആഗ്രഹിക്കുന്നത്. അക്കരെ നാടിന്റെ വക്കിലെത്തുമ്പോൾ ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രികാലം ഒരു ഉപലലിയ ദൈവവുമായൊരു ഉടമ്പടി എടുത്ത് മടങ്ങണം നമുക്ക്. ഹല്ലേലൂയ. We are going to make a covenant with God. ദൈവമായിട്ട് ഇന്ന് രാത്രി ഒരു ഉടമ്പടി എടുത്തിട്ട് ഇവിടുന്ന് മടങ്ങിപ്പോകാവൂ. അടുത്ത കോൺഫറൻസ് അല്ലെങ്കിൽ ഫ്ലോറിഡയിൽ നടന്നാലും ഇല്ലെങ്കിലും, അടുത്ത പീസിനാക്ക് നടന്നാലും ഇല്ലെങ്കിലും, അടുത്ത സഭായോഗം നടന്നാലും ഇല്ലെങ്കിലും, ഇന്ന് രാത്രി കാഹളം മുഴങ്ങിയാൽ ഹല്ലേലൂയ, അക്കരെ നാടിലേക്ക് പറന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടെന്ന് ഉറപ്പാക്കി പോകുവാൻ എത്ര പേർ ഇന്ന് രാത്രി തയ്യാറാകും? പ്രൈസ് ദി ലോർഡ്.
ഭാര്യയോട് സംസാരിക്കാത്ത സഭയിൽ പറയുന്ന അന്യഭാഷയ്ക്കൊന്നും സ്വർഗമിടുന്ന മാർക്ക് വട്ടപൂജ കേട്ടോ. ഭർത്താവിനോട് ഹല്ലേലൂയ കടുത്ത് സംസാരിച്ചിട്ട് ഇവിടെ വന്ന് പറയുന്ന പ്രവചനമൊന്നും സ്വർഗത്തിന് താല്പര്യമില്ലെന്ന് ഓർത്തു കൊള്ളണം. കൂട്ടു സഹോദരനെയും കൂട്ടുമക്കളെയും കൂടെ ഇരുന്ന് ആരാധിക്കുന്നവരെയും പുച്ഛിച്ചിട്ടും നിന്ദിച്ചിട്ടും നാം കൊടുക്കുന്ന സ്തോത്ര വഴിപാടുകൾക്കൊന്നും സ്വർഗത്തിന് അംഗീകാരമില്ല. ഇന്ന് രാത്രികാലം ഹൃദയത്തിന്റെ പരിച്ഛേദന ഏറ്റെടുത്തുകൊണ്ട് മടങ്ങിപ്പോകുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, പത്രോസ് ചെയ്തത്രയും തെറ്റൊന്നും യൂദ ചെയ്തിട്ടില്ല കേട്ടോ. ക്ഷമിക്കണം കേട്ടോ. പത്രോസ് ചെയ്തത്രേ. പത്രോസ് പറഞ്ഞത് എനിക്ക് അറിയത്തില്ലെന്നാ പറഞ്ഞത്. പാവപ്പെട്ട യൂദ എന്താ പറഞ്ഞത്? എനിക്ക് അറിയാമെന്നാ പറഞ്ഞത്. എനിക്ക് യേശുവിനെ അറിയാം, കാശ് കിട്ടിയതിന് യേശുവിനെ തരാമെന്നാ പറഞ്ഞത്. എനിക്കറിയാം, ഐ നോ ഹിം. പക്ഷെ പത്രോസാ പറഞ്ഞത് അറിയത്തില്ലെന്ന്. പക്ഷെ എന്താ വ്യത്യാസം? മത്തായി 26:75 യേശു ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഹി റിമെമ്പർഡ് ദ വേർഡ്. യേശുവിന്റെ ഒറ്റ നോട്ടത്തിൽ വചനം ഓർത്തു. ഒരുത്തൻ റിലീജിയന്റെ അടുക്കലേക്ക് ഓടുന്നു, ഒരുത്തൻ പുരോഹിതന്റെ അടുക്കൽ ഓടുന്നു. അവൻ വചനത്തിലേക്കല്ല ഓടിയത്. ഇന്ന് രാത്രികാലം പാപത്തിന്റെ വലിപ്പമല്ല ഞാൻ പറയുന്നത്, വചനത്തിന് മുമ്പാകെ മടങ്ങി വന്നാൽ, പ്രൈസ് ദി ലോർഡ്, യേശുവിന്റെ നോട്ടം ഇന്ന് രാത്രി എന്റെ മേൽ പതിക്കുന്നുണ്ടെങ്കിൽ, റിട്ടേൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്, return to the word of God, return to the power of the Holy Spirit, return to the purity of the church. ഇന്ന് രാത്രികാലം ദൈവസഭയുടെ വിശുദ്ധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. എനിക്കിങ്ങനെ പറയാനേ അറിയത്തുള്ളൂ. ഇന്ന് രാത്രി ഈ കോൺഫറൻസിന്റെ മുറി വിട്ട് പുറത്തിറങ്ങുന്നത് ഒരു പുതിയ സൃഷ്ടികളായിട്ട് മാറണം. ഹല്ലേലൂയ. കാഹളനാദം മുഴങ്ങുമ്പോൾ അതിൻ്റെ കാതുകൾക്ക് വക്കോളം എത്തിയിട്ട് അകത്ത് കയറുവാൻ തടസ്സമുള്ള സകല ഇരുട്ടിനെയും ഇന്ന് രാത്രി ഞങ്ങൾ ജയിച്ചെടുക്കും. ഹല്ലേലൂയ. ദൈവദാസന്മാർ അതിനുവേണ്ടി ഒരുങ്ങാൻ പോകും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ചില നിമിഷങ്ങൾ തൊട്ട് മുമ്പിലുണ്ട്. പത്രോസ് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ the next event is going to happen, the coming of Jesus Christ. മാനസാന്തരപ്പെട്ട ദൈവസഭയെ ചേർക്കാൻ കർത്താവ് വരും. ഹല്ലേലൂയ. കറയില്ലാത്ത, ചുളുക്കമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത, വസ്ത്രത്തിനകത്ത് ചുളുക്കം വീഴാത്ത വിശുദ്ധന്മാരെയാ ദൈവത്തിന് വേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങൾ എത്ര പ്രാവശ്യം ആവർത്തിച്ച് ഇവിടെ കേട്ടു. അല്ലെങ്കിൽ വെളിപ്പാട് 19:7 കാന്തയ്ക്ക് ലഭിക്കുന്ന വസ്ത്രത്തിന് 3 വിശേഷത. 1, ഇറ്റ്സ് എ ഫൈൻ ലിനൻ ക്ലോത്ത്, വിശേഷ വസ്ത്രമാണ്, നേർമയുള്ള വസ്ത്രം. 2, ഇത് ശുദ്ധ വസ്ത്രമാണ്. 3, ഇത് ശുഭ്ര വസ്ത്രമാണ്. ശുദ്ധമായിരിക്കണം, ശുഭ്രമായിരിക്കണം. ശുദ്ധം യേശുവിന്റെ രക്തത്താൽ, ശുഭ്രം നീതിപ്രവൃത്തികളാൽ. ഇന്ന് രാത്രികാലം രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവനാമത്തിന് മഹത്വമുള്ള പ്രവൃത്തി ചെയ്ത് അക്കരെ നാട്ടിലേക്ക് അടുത്ത കാലെടുത്ത് വെക്കുവാൻ, ഹല്ലേലൂയ, മണ്ണിൽ ഉറങ്ങുന്ന ശുദ്ധിമാന്മാർ കാഹളം കേൾക്കുമ്പോൾ അക്കരയ്ക്ക് പറന്നു പോകുമ്പോൾ രൂപാന്തരത്തോടെ പറന്നു പോകുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു കൂട്ടത്തെ ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്നു. ഒരു വാക്കൂടെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്തോത്രം. സ്വർഗത്തിൽ പോകാൻ രോഗശാന്തി ഒന്നും ഹല്ലേലൂയ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. രോഗശാന്തി വേണം. നമ്മൾ ഒരുമിച്ച് രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുക. ഇത്രയും ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ആത്മസന്തോഷം, ഒരു ആത്മചൈതന്യം, ഒരു ആത്മബലം പ്രാപിച്ചു വേണം മടങ്ങുവാൻ. ഹല്ലേലൂയ. 100 രോഗം ശരീരത്തിലുണ്ടെങ്കിലും സ്വർഗയാത്രയ്ക്ക് തടസ്സമൊന്നുമല്ല. യോഹന്നാൻ സ്നാപകന്റെ ശവ അടക്കുന്ന സംസ്കാര ശുശ്രൂഷയിൽ ഹല്ലേലൂയ അത് നോക്കി ഞാൻ ദുഃഖിച്ചിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകന് ശവം അടക്കുമ്പോൾ തലയില്ലായിരുന്നു. സ്തേഫാനോസിന്റെ ഉടല് ഹല്ലേലൂയ കല്ലേറ് കൊണ്ട് ചിതറിയ ശരീരമായിരുന്നു. പക്ഷേ ഹല്ലേലൂയ അവരെ കുറിച്ചൊക്കെ പറയുന്നത് ഹല്ലേലൂയ ജ്വലിക്കുന്ന നക്ഷത്രങ്ങളായിരുന്നെന്നാ. ശരീരത്തിലിരിക്കുന്ന ഉച്ച മുതൽ പെരുവിരൽ വരെ 100 രോഗമുണ്ടെങ്കിലും മരണസമയത്ത് അതൊന്നും വിഷയമല്ല. പക്ഷെ ഹൃദയത്തിനകത്ത് പരിച്ഛേദനയേറ്റവൻ അക്കരെ നാട്ടിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. പ്രൈസ് ദി ലോർഡ്. കണ്ടും കേട്ടും മനസ്സ് തഴമ്പിച്ചു പോയെങ്കിൽ പാട്ട് വന്ന് നോക്കും അല്ലയ. കണ്ടും കേട്ടും പലതും കണ്ടും കേട്ടും മനസ്സ് തഴമ്പിച്ചു പോയ അനേക രംഗത്തിരിപ്പുണ്ട്. പ്രതീക്ഷിക്കാത്ത പലതും നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ആത്മീക ലോകത്ത് കണ്ടിട്ട് ഇതാണോ ആത്മീയമെന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി ഒറ്റ ഉത്തരമേ ഉള്ളൂ. എല്ലാവരെയും നന്നാക്കാൻ പോകാതെ നമുക്കൊന്ന് മാനസാന്തരപ്പെട്ടാൽ, പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണല്ലോ, എപ്പോഴും പറയുന്നതാണ്, എല്ലാ പ്രസംഗത്തിലും എല്ലായിടത്തും പറയാറുണ്ട്. വി ഓൾവേസ് ഹല്ലേലൂയ സീ 2 kind of ഹല്ലേലൂയ വാട്ട് മീൻസ് ഹല്ലേലൂയ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഫോർ ദ ഹീറ്റ്. ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന 2 ഇൻസ്ട്രുമെന്റ് ഉണ്ട്. എല്ലാവർക്കും അറിയാം. ഒന്നുകൂടെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒന്ന് തെർമോമീറ്റർ. നാട്ടിലെ ഓർമ്മ എനിക്ക് വരുന്നത് പണ്ട് കാലത്ത് ഹല്ലേലൂയ ഗവൺമെന്റ് ആശുപത്രിയിലെ നേഴ്സ് നമ്മുടെ നാക്കിനടി കൊണ്ടുവെക്കുന്ന മെർക്കുറി ഉള്ള തെർമോമീറ്റർ. ഞാൻ 60 ആണെങ്കിൽ പുള്ളി 60, ഞാൻ 100 ആണെങ്കിൽ പുള്ളി 100. പക്ഷെ നമ്മുടെ തെർമോസ്റ്റാറ്റ് അങ്ങനെയല്ല. പുള്ളി തീരുമാനിക്കും എന്ത് ചൂട് ഇവിടെ വേണമെന്ന്. പ്രൈസ് ദി ലോർഡ്. 70 വെച്ചാൽ ഇവിടെ അന്തരീക്ഷം 70 മാറും, 80 വെച്ചാൽ ഇവിടെ 80. നിങ്ങൾ തീരുമാനിച്ചാട്ട് അന്തരീക്ഷം മാറ്റണോ വേണ്ട എന്ന്. If you want to flow, hallelujah, go with the flow, you can go. പക്ഷെ ഇന്ന് രാത്രി ചിലത് തിരിച്ചു പിടിക്കുവാൻ അഭിഷിക്തന്മാരുടെ കയ്യിൽ അധികാരം തന്നിട്ടുണ്ട്. എല്ലാ ദൈവമക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ.
നോഹയുടെ പെട്ടകത്തിന്റെ മേൽത്തട്ടൊന്ന് തുറന്നിട്ട് നോഹ പുറത്തിറങ്ങി. ഇനി എന്തെനിക്കറിയത്തില്ല, ഇനി എന്തെനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ചലിക്കുന്ന ഒരു ജീവി ഈ മണ്ണിലില്ല, ഞാനും എൻ്റെ കുടുംബവും മാത്രം മതിയെന്നേ. ഞാനും എൻ്റെ കുടുംബവും മാത്രം. ചലിക്കുന്ന ഒരു ജീവികളില്ല, പച്ചപ്പുള്ള ഒരു സസ്യങ്ങളില്ല. ഇതിനപ്പുറത്ത് എന്ത്? സ്വർഗം പറഞ്ഞ് പേടിക്കേണ്ട. തലപൊക്കി നോക്ക്. നിന്റെ തലയ്ക്ക് മുകളിൽ നിറമുള്ള മഴവില്ല് തന്ന് നിന്നോട് ഞാൻ ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രികാലം ഒന്നും കാണാത്തടത്ത് ദൈവത്തിന്റെ തേജസ് നിന്റെ തലയ്ക്ക് മുകളിൽ ശോഭിച്ചു വരുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുന്നു. ആരും കൂടെ കൈയടിക്കാനില്ലെങ്കിലും, ആരും കൂടെ ആരാധിക്കാനില്ലെങ്കിലും, ആരും പാട്ടുപാടി തരാനില്ലെങ്കിലും എൻ്റെ തലയ്ക്ക് മുകളിൽ മഴവില്ലുകൾ പോലെ ദൈവത്തിന്റെ നിറമുള്ള വാഗ്ദത്തങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുള്ളവർക്കായി നന്ദിയോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്മാരെ, ആസ് എ ഫെലോ മിനിസ്റ്റർ, ഹല്ലേലൂയ, എല്ലാവരും കൈവിടട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ശുശ്രൂഷയുടെ നിറമുള്ള മഴവില്ലുകൾ ഞാൻ ആത്മാവിൽ കാണുന്നു. ദൈവദാസ, നിന്റെ കുടുംബത്തിന്റെ മുകളിൽ നിറമുള്ള മഴവില്ലുകൾ ഞാൻ കാണുന്നു. ദൈവദാസി, നിന്റെ ശരീരത്തിന്മേൽ 100 രോഗം കാണും, പക്ഷെ നിറമുള്ള മഴവില്ല് ഞാൻ കാണുന്നു. ആർക്കും തുടച്ചു മാറ്റുവാൻ കഴിയാത്ത, ഒരു കാർമേഘത്തിനും തുടച്ചു മാറ്റുവാൻ കഴിയാത്ത നിന്റെ നന്മയും നിന്റെ വിടുതലും നിന്റെ വാഗ്ദത്തവും നിന്റെ ശുശ്രൂഷയും നിന്റെ അധികാരവും ദൈവം നിന്റെ തലയ്ക്ക് മുകളിൽ തന്നിട്ടുണ്ട്. ആരൊക്കെ ഒരുമിച്ച് പിടിച്ചിരുത്തിയാലും ഇന്ന് രാത്രി നിന്റെ വാഗ്ദത്തങ്ങൾ ആർക്കും മായ്ക്കുവാൻ കഴിയത്തില്ല. എത്ര പേർ കർത്താവിന് മഹത്വം കൊടുക്കും? ഷമന റിഖബര സംബരാദിയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥന ആവശ്യമുള്ളവര്, ചിലരൊക്കെ പറഞ്ഞു എന്താ പ്രാർത്ഥിക്കാത്ത നിങ്ങൾ അവസാനം? ദേവദാസന്മാരോട് പറഞ്ഞാൽ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിർത്തുന്നത്. ഹല്ലേലൂയ. പലരും പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കാത്തത്. ഞാൻ എല്ലാ കോൺഫറൻസുകൾക്കും എല്ലാ സംഘടനയുടെ ശുശ്രൂഷകൾക്കും പ്രസംഗിക്കാൻ പോയിട്ടുള്ളൊരു ദൈവദാസനാണ്. അവിടെ എല്ലാം ഓൾട്ടർ കോളിന്റെ സമയത്ത് ഓടി വരുന്നുണ്ട്. എൻ്റെ മിടുക്കൊണ്ടല്ല, അവിടെ ഉള്ളവരുടെ മിടുക്കൊണ്ടല്ല. പ്രാർത്ഥന ഞാൻ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. ഇവിടെയുള്ള ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി എൻ്റെ തലയ്ക്ക് മുകളിൽ കാർമേഘം പോലെ സകലതും ഇരുണ്ട് കിടക്കുകയാണ്. ഡു യു ഫീൽ ദാറ്റ്? അല്ല, കർത്താവിൻ്റെ വരവിൽ ഞങ്ങൾക്ക് പോകണമെന്നൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ എന്നെ വരിഞ്ഞു മുറുക്കിയിട്ട് ഞാൻ കണ്ട കാഴ്ചകളും കേട്ട വാർത്തകളും, എനിക്ക് വിരോധമായി എഴുതിയ കയ്യൊപ്പുകളും, എനിക്ക് വിരോധമായി കെട്ടിപ്പൊക്കിയ കഴുകുമരങ്ങളും ഒക്കെ കാണുമ്പോൾ എൻ്റെ അകക്കണ്ണ് വല്ലാതെ നീറിപ്പോകുന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം കുഴഞ്ഞ ചെളിമണ്ണിൽ യാഗപീഠം കെട്ടിപ്പൊക്കി അതിൽ ആരാധന കഴിച്ച് അതിൻ്റെ സൗരഭ്യ വാസന സ്വർഗം മണത്തപ്പോൾ സ്വർഗം പറഞ്ഞു, ഈ ഒറ്റ ആരാധന മതി, നിന്റെ തലയ്ക്ക് മുകളിൽ ഉടമ്പടിയുടെ മഴവിൽ ഞാൻ വെക്കുകയാണ്. ആർ യു റെഡി ഫോർ ദാറ്റ്? ഇന്ന് രാത്രി കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. പരപരമേശ വരമരുളീശ, നീയത്രേ എൻ്റെ രക്ഷാസ്ഥാനം. സംഘടനയെ നോക്കല്ലേ, കൂട്ടുകാരെ നോക്കല്ലേ, വീട്ടുകാരെ നോക്കല്ലേ, ജോലി സ്ഥലം നോക്കരുതേ. കാർമേഘത്തിനുള്ളിൽ എനിക്ക് വേണ്ടി തന്റെ കയ്യപ്പോടെ വിരിക്കുന്ന ദൈവതേജസിന്റെ വില്ല് ഈ ഓഡിറ്റോറിയത്തിൽ ഞാൻ കാണുന്നു. ദൈവം തന്റെ തേജസിന്റെ വില്ല് തന്റെ ജനത്തിന് മേൽ വെക്കാൻ പോവുകയാണ്. നിങ്ങളെ എവിടെ കൊണ്ടെത്തിക്കണമെന്ന് ദൈവത്തിനറിയാം. നിങ്ങളെ ആരാക്കണമെന്ന് ദൈവത്തിനറിയാം. നിങ്ങളുടെ ഓമന പേർ ചൊല്ലി വിളിക്കുന്നവൻ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ടവൻ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പേരെഴുതി വെച്ചവൻ ഇന്ന് രാത്രി നിങ്ങളെ വിരൽ ചൂണ്ടി പറയുന്നു, നിനക്ക് വേണ്ടി എന്റെ തേജസിന്റെ വില്ല് ഞാൻ ഒരുക്കി വെക്കുകയാണ്. ഹല്ലേലൂയ. പാട്ട് ദൈവദാസന്മാർ പാട്ട് പാടുമ്പോൾ പ്രാർത്ഥന ആവശ്യമുണ്ട്. Anybody want to be prayed over? Hallelujah. You please come forward and make a hallelujah step over here. Hallelujah. You are going to see a breakthrough in your spiritual journey. I want to see that. Before I step out of this sanctuary, I want to experience a breakthrough in my ministry. എൻ്റെ ശുശ്രൂഷയിൽ ഇവിടെ നിൽക്കുന്ന ദൈവദാസന്മാർ, ഹല്ലേലൂയ, മോനിസ് ജോർജ് ഓർപ്പിച്ച പോലെ ഒരു സ്പെഷ്യലിസ്റ്റ് ഇവിടെ വരേണ്ട കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. 20, 30, 40, 50, 60 വർഷം കർത്താവിൻ്റെ വേലയിൽ തങ്ങളുടെ രക്തവും വിയർപ്പും ചെലവാക്കിയ അഭിഷിക്തന്മാർ അവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. അവരുടെ സഭയിൽ ആൾ കൂടിയിട്ടുണ്ടെങ്കിൽ അവർ അത്രമാത്രം വിയർപ്പ് ചെലവാക്കിയിട്ടുണ്ട്. അവർ അത്രമാത്രം കരഞ്ഞിട്ടുണ്ട്. ആരും കാണാതെ രാത്രിയിൽ മുഴങ്കാൽ മടക്കിയിട്ടുണ്ട്. എല്ലാവരുടെ മുമ്പായി ചിരിക്കുമ്പോൾ ഹൃദയത്തിൽ വെട്ടേറ്റവരെ പോലെ അവർ ഓടി നടന്നിട്ടുണ്ട്. ആ അഭിഷിക്തന്മാരുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് അപ്പുറത്തൊരു അഭിഷേകം ഞാൻ കാണുന്നില്ല. പ്രാർത്ഥന ആവശ്യമുള്ളവർ യു ക്യാൻ മേക്ക് യുവർ വേ അപ്പ്. ദൈവദാസന്മാർ പ്രാർത്ഥന പാട്ട് പാടും. ഹല്ലേലൂയ. ദൈവദാസന്മാർ, those who are anointed and those who feel that I want to pray for these people, എനിക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിയോഗമുള്ളവർ വന്ന് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചോണം. ഈ എഡ്മണ്ട് പട്ടണത്തിലുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടണം യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ഒരുമിച്ച് ആത്മാവിൽ പാടി കർത്താവിനെ സ്തുതിക്കാം. കാർമേഘത്തിനുള്ളിലും ഞാൻ
മിന്നും സൂര്യ ശോഭ കാണും. ആത്മാവിൽ പാടി എത്ര പേർ സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുമല്ലോ. ഹല്ലേലൂയ. മേഘത്തിനുള്ളിലും മിന്നും സൂര്യ ശോഭ